ഡോക്ടർ ഡാൻഡ്രഫ് കുറയാനായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യണോ? ഹെയർ ഫാളിംഗ് ഉള്ളപ്പോൾ എന്താണ് കഴിക്കേണ്ടത്? ഇതുപോലുള്ള കമൻസ് മെസ്സേജസും ദിവസവും ഒരുപാട് വരുന്നുണ്ട്. ഡാൻഡ്രഫ് എന്നത് ആക്ച്വലി സ്കാൽപ്പിൽ വരുന്ന ഒരു ഫ്ലേക്കി സ്കിൻ കണ്ടീഷനാണ്. ഡാൻഡ്രഫ് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നത് ശരീരത്തിനുള്ളിലെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു പുവർ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസിങ്, അതോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചോയ്സസ് ഇവയൊക്കെ കൊണ്ടുമാവാം. ഇൻസൈഡ് ദി ബോഡി ഓൾസോ നീഡ്സ് ഹീലിംഗ്. സോ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഡയറ്റും വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഡയറ്റിൽ ഫ്ലാക്സ് സീഡ്സ്, വാൽനട്ട്സ്, ഫാറ്റി ഫിഷ് പോലെയുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉൾപ്പെടുത്തുക. സ്കാൽപ്പിലുള്ള ഇൻഫ്ലമേഷൻ കുറയുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക്, ഈ പ്രോബയോട്ടിക്സ് ഗട്ട് ഹെൽത്ത് ബാലൻസിങ് ചെയ്യുന്നു. സോ ഫംഗൽ ഡാൻഡ്രഫ് കുറയാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ആകും. ആൻഡ് മസ്റ്റ് അവോയ്ഡ് ഷുഗർ. അമിതമായിട്ടുള്ള പഞ്ചസാര ഫംഗൽ ഡാൻഡ്രഫ് വേഴ്സനാക്കും. കൂടാതെ ഈ എഗ്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതിലെല്ലാം ധാരാളമായിട്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉണ്ട്. ഇത് നമ്മുടെ തലയോട്ടിലുള്ള സ്കിന്ന് ഹെൽത്തിയായി വെക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് സിങ്ക് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് സ്കാൽപ്പിലെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. സെയിം ടൈം ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഓയിലി ഫുഡ് സ്കാൽപ്പിലെ ഇംബാലൻസിങ് ഉണ്ടാക്കും. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, വേണ്ടത്ര ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ അത് സ്കാൽപ്പിലെ സ്കിന്ന് ഡ്രൈ ആവുന്നതിന് കാരണമാകും. സോ ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ. സോ ഡയറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ മാനേജിങ് ഡാൻഡ്രഫ് ആൻഡ് ഹെയർ ഫാൾ. പക്ഷേ എല്ലാത്തിനും മുകളിൽ പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സിംറ്റംസ് മാത്രം നോക്കാതെ അകത്തുള്ള കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പെർമനൻറ്റ് ലോങ് ലാസ്റ്റിംഗ് സൊല്യൂഷൻ കിട്ടുക.